അമൃതവേണി ലൈസ് കിറ്റ് പ്രസൻസ് ഡെയിലി ന്യൂസ് പ്രഭാത വാർത്തകൾ പവേർഡ് ബൈ പുളിമൂട്ടിൽ സിൽക്സ് KSFE ഇൻ അസോസിയേഷൻ വിത്ത് ജോയ് ആലുക്കാസ്. ഇത്തവണ ഫസ്റ്റ് അടിക്കില്ലേ നമ്മള്? കുട്ടികൾക്കൊക്കെ പെയിൻ ശല്യം ഉണ്ടാകും. അതുകൊണ്ട് ലൈസ് കിറ്റ് ഉപയോഗിച്ച് ക്ലാസ്സിൽ വരാൻ പ്രത്യേക ശ്രദ്ധിക്കണം. ലൈസ് കിറ്റ് ലൈസ് റിമൂവർ പെയിൻ ശല്യത്തിൽ നിന്നും ഉടനടി ആശ്വാസം. നമസ്കാരം, ഞാൻ ഡേസി ബിജു. ഡെയിലി ന്യൂസിന്റെ പ്രഭാത വാർത്തകളിലേക്ക് സ്വാഗതം. ഇന്ന് മെയ് 4 തിങ്കളാഴ്ച. വിജയപ്രതീക്ഷയിൽ UDF, തുടർ ഭരണമെന്ന് LDF, മുന്നേറ്റമുണ്ടാക്കുമെന്ന് BJP. ജനവിധിക്കിനി കാത്തിരിക്കേണ്ട. നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണൽ ഇന്ന് രാവിലെ 8 മുതൽ. പോസ്റ്റൽ ബാലറ്റ് വോട്ടുകളാണ് ആദ്യം എണ്ണുക. 8:30 ശേഷം വോട്ട് യന്ത്രങ്ങളിലെ വോട്ട് എണ്ണിത്തുടങ്ങും. ആദ്യ ഫലസൂചനകൾ 9 മണിയോടെ അറിയാം. വൈകുന്നേരം 5 മാത്രമേ ഫലം പ്രഖ്യാപിക്കൂവെന്നും മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ രത്തൻ യു ഖേൽക്കർ. 15,465 ഉദ്യോഗസ്ഥരാണ് വോട്ടെണ്ണുക. സുരക്ഷയ്ക്ക് 32,301 പോലീസ് ഉദ്യോഗസ്ഥരുണ്ട്. വോട്ടെണ്ണൽ കേന്ദ്രങ്ങളിൽ CRPF ഉദ്യോഗസ്ഥർക്കാണ് ചുമതല. കേരളത്തിൽ 79.70% പോളിംഗ്. 20,028 സർവീസ് വോട്ടുകളും ലഭിച്ചിട്ടുണ്ട്. വിജയപ്രതീക്ഷയിൽ UDF. തിരുവനന്തപുരത്തെ KPCC ആസ്ഥാനത്ത് പന്തലൊരുക്കിയും ലഡ്ഡുവിനും പാൽപായസത്തിനും ഓർഡർ നൽകിയും കോൺഗ്രസ് ആഘോഷങ്ങൾക്കുള്ള ഒരുക്കങ്ങൾ തുടങ്ങി. എക്സിറ്റ് പോൾ ഫലങ്ങളും താഴെത്തട്ടിലെ റിപ്പോർട്ടുകളും അനുകൂലമായതിനാൽ ഭരണം പിടിക്കുമെന്ന ഉറച്ച വിശ്വാസത്തിലാണ് UDF. ഇടതുമുന്നണി തുടർഭരണം നേടുമെന്നും തങ്ങൾക്കൊരാശങ്കയുമില്ലെന്നും LDF കൺവീനർ TP രാമകൃഷ്ണൻ. ചരിത്രത്തിലാദ്യമായി LDF 3ാം തവണയും തുടർഭരണം നേടുമെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. ഭരണവിരുദ്ധ വികാരമില്ലെന്നും മുഖ്യമന്ത്രിയാകാൻ പിണറായി വിജയനാണ് യോഗ്യനെന്നും MV ഗോവിന്ദൻ പറഞ്ഞു. കേരളത്തിൽ BJP വലിയ മുന്നേറ്റമുണ്ടാക്കുമെന്നും അപ്രതീക്ഷിത സീറ്റുകളിൽ അട്ടിമറി വിജയം നേടുമെന്നും സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖർ. ശക്തി കേന്ദ്രങ്ങളിൽ വിജയം ഉറപ്പാണെന്നും ഇടത് വലത് മുന്നണികളിൽ മടുത്ത ജനം മാറ്റത്തിനായി BJPക്ക് വോട്ട് ചെയ്തുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. UDFന് ഫലം അനുകൂലമെങ്കിൽ ഹൈക്കമാൻഡിന്റെ നിരീക്ഷകർ ഇന്നു തന്നെ കേരളത്തിലെത്തും. കോൺഗ്രസിലെ മുഖ്യമന്ത്രിയുമായി ബന്ധപ്പെട്ട് ഘടകകക്ഷികളുമായി ചർച്ച നടത്തിയതായി കേരളത്തിന്റെ ചുമതലയുള്ള AICC ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷി. അന്തിമ തീരുമാനം കോൺഗ്രസ് ഹൈക്കമാൻഡാണ് എടുക്കുകയെന്നും ദീപാദാസ് മുൻഷി പറഞ്ഞു. വിവിധ ജില്ലകളിൽ ഇന്ന് പടക്കം വിൽപ്പനയും പടക്കം പൊട്ടിക്കലും നിരോധിച്ചുകൊണ്ട് കളക്ടർമാർ ഉത്തരവ് പുറപ്പെടുവിച്ചു. വിജയാഹ്ലാദ പ്രകടനങ്ങൾ അക്രമാസക്തമാകാതിരിക്കാനാണ് കരുതൽ നടപടി. വാണിജ്യാവശ്യത്തിനുള്ള LPG സിലിണ്ടർ വില വർദ്ധിപ്പിച്ചത് ഹോട്ടൽ വ്യവസായത്തെ തകർക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. വില വർധനയുടെ ഭാരം സാധാരണ ജനങ്ങളുടെ തലയിൽ വരുമെന്നും അദ്ദേഹം പറഞ്ഞു. വർദ്ധിപ്പിച്ച വില പിൻവലിക്കണമെന്നും മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടു. N പ്രശാന്ത് IASന് വീണ്ടും സസ്പെൻഷൻ. സർക്കാരിനെതിരെ സംസാരിച്ചതിനാണ് 8ാം തവണത്തെ സസ്പെൻഷൻ. 1.5 വർഷമായി പ്രശാന്ത് വിവിധ ചട്ടലംഘനങ്ങൾക്ക് സസ്പെൻഷനിലാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പതനമാണ് സംഭവിക്കുകയെന്ന് രാജ്മോഹൻ ഉണ്ണിത്താൻ. കേരളത്തിൽ 1977 ആവർത്തിക്കും. 111 സീറ്റുകൾ നേടി UDF അധികാരത്തിൽ വരും. BJP ഒരു സീറ്റിനപ്പുറം പോകില്ലെന്നും അദ്ദേഹം പറഞ്ഞു. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ LDF ജയിക്കണമെന്നാണ് ആഗ്രഹവും പ്രതീക്ഷയുമെന്ന് വെള്ളാപ്പള്ളി നടേശൻ. LDF ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെന്നും അവർ നേരിയ ഭൂരിപക്ഷത്തിൽ ജയിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. കണ്ണമംഗലം പഞ്ചായത്തിൽ 2 പേർക്ക് ജപ്പാൻ മസ്തിഷ്ക ജ്വരം സ്ഥിരീകരിച്ചു. 60-70 വയസ്സുള്ള 2 സ്ത്രീകൾക്കാണ് രോഗം. ഒരാൾ സുഖം പ്രാപിച്ച വീട്ടിൽ വിശ്രമിക്കുകയാണ്. മറ്റൊരാൾ ഗുരുതരാവസ്ഥയിൽ മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ തുടരുകയാണ്. റേഡിയോ ഫ്രീക്വൻസി ഐഡന്റിഫിക്കേഷൻ റീഡറുകൾക്ക് എളുപ്പത്തിൽ സ്കാൻ ചെയ്യാവുന്ന വിധത്തിൽ വാഹനത്തിന്റെ വിൻഡ്ഷീൽഡിൽ ഫാസ്ടാഗ് ഘടിപ്പിക്കണമെന്ന് ദേശീയപാത അതോറിറ്റി. ചില ഉപയോക്താക്കൾ ഫാസ്ടാഗ് കയ്യിൽ പിടിക്കുന്നതായി കണ്ടെത്തിയതിനെ തുടർന്നാണ് ഇത്.
നിരവധി കേസുകളിൽ പ്രതിയായ കണ്ണൂർ സ്വദേശി അർജുൻ ആയങ്കി അടക്കമുള്ളവർക്കെതിരെ കേസെടുത്ത പോലീസ്. കുറ്റകൃത്യം ആസൂത്രണം ചെയ്യാൻ സംഘടിച്ചു എന്നതടക്കമുള്ള വകുപ്പുകൾ ചുമത്തിയാണ് കേസ്. ക്വട്ടേഷൻ ആസൂത്രണം ചെയ്യാനാണ് പ്രതികൾ ഒത്തുകൂടിയതെന്ന് പോലീസ് പറയുന്നു. കേരളത്തിൽ അടുത്ത 4 ദിവസം വേനൽ മഴ ശക്തമാകാൻ സാധ്യതയെന്ന് കാലാവസ്ഥാ വകുപ്പ്. കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, ഇടുക്കി എന്നീ ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇടിമിന്നലും കാറ്റോടും കൂടിയ മഴയ്ക്കാണ് സാധ്യത. കോഴിക്കോട്ട് റോഡ് കയ്യേറിയും യാത്രയ്ക്ക് തടസ്സമുണ്ടാക്കിയും കച്ചവടം ചെയ്ത സ്ഥാപനങ്ങൾക്കെതിരെ കർശന നടപടിയുമായി അധികൃതർ. കോഴിക്കോട് കോർപ്പറേഷനും ട്രാഫിക് പോലീസും സംയുക്തമായാണ് കഴിഞ്ഞ ദിവസം നടപടിയുമായി രംഗത്തിറങ്ങിയത്. കേരളം ഉൾപ്പെടെ 5 സംസ്ഥാനങ്ങളിലെ നിയമസഭാ തിരഞ്ഞെടുപ്പ് ഫലം വരാനിരിക്കെ യുഎസിൽ വാതുവയ്പ് മാർക്കറ്റുകൾ സജീവമായി. തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പോളിംഗ് മാർക്കറ്റിൽ $26 ദശലക്ഷം വാതുവയ്പ് ഇതിനോടകം നടന്നെന്നാണ് വിവരം. കിഴക്കൻ ഡൽഹിയിലെ വിവേക് വിഹാറിൽ 4 നില കെട്ടിടത്തിലുണ്ടായ തീപിടുത്തത്തിൽ മരിച്ചവരുടെ എണ്ണം 9ആയി. കെട്ടിടത്തിന്റെ ബാൽക്കണി ഗ്രില്ല് വെച്ച് അടച്ചിരുന്നതും സ്റ്റെയർ കേസിൽ പുക നിറഞ്ഞതുമൂലം രക്ഷപ്പെടാൻ തടസ്സമായി. 1.5 മണിക്കൂറോളം കെട്ടിടത്തിൽ കുടുങ്ങിയ താമസക്കാരെ ഫയർഫോഴ്സ് എത്തി രക്ഷപ്പെടുത്തി. പഞ്ചാബ് പോലീസ് തനിക്കെതിരെ രജിസ്റ്റർ ചെയ്ത കേസുകളെക്കുറിച്ച് ഒരു വിവരവും ലഭിച്ചില്ലെന്ന് ബിജെപി നേതാവും രാജ്യസഭാ എംപിയുമായ സന്ദീപ് പഥക്. അധികാരം ദുരുപയോഗം ചെയ്ത കേസെടുത്തിട്ടുണ്ടെങ്കിൽ അത്ഭുതമില്ലെന്നും ഡൽഹിയിൽ വാർത്താസമ്മേളനത്തിൽ അദ്ദേഹം പറഞ്ഞു. സന്ദീപ് പഥക്കിന്റെ ഡൽഹിയിലെ വസതിക്ക് മുന്നിൽ പോലീസ് ഉദ്യോഗസ്ഥരെ വിന്യസിച്ചും ബാരിക്കേഡുകൾ സ്ഥാപിച്ചും സുരക്ഷ വർദ്ധിപ്പിച്ചിട്ടുണ്ട്. രാഘവ് ചദ്ധയുടെ നേതൃത്വത്തിലുള്ള 3 എംപിമാരുടെ സംഘം നാളെ രാവിലെ രാഷ്ട്രപതിയുമായി കൂടിക്കാഴ്ച നടത്തും. പഞ്ചാബിലെ ആം ആദ്മി സർക്കാർ ഭരണ സംവിധാനങ്ങളെ ദുരുപയോഗിക്കുന്നെന്നും രാഷ്ട്രീയ പകപോക്കലിനായി കള്ളക്കേസുകളെടുത്ത് വേട്ടയാടുന്നുവെന്നും പരാതിപ്പെടാനാണ് സന്ദർശനം. ഗുസ്തി ഫെഡറേഷൻ മുൻ അധ്യക്ഷൻ ബ്രിജ് ഭൂഷൺ ശരൺ സിംഗിനെതിരായ ലൈംഗിക അതിക്രമ കേസിൽ വെളിപ്പെടുത്തലുമായി ഗുസ്തി താരം വിനേഷ് ഫോഗട്ട്. ബ്രിജ് ഭൂഷണെതിരെ പരാതി നൽകിയ 6 വനിതാ താരങ്ങളിൽ ഒരാൾ താനാണെന്ന് വിനേഷ് ആദ്യമായി പരസ്യമായി വെളിപ്പെടുത്തി. ചെന്നൈ വിമാനത്താവളത്തിൽ വിമാനം ലാൻഡ് ചെയ്തതിനു പുറകെ എമർജൻസി എക്സിറ്റ് തുറന്ന യാത്രക്കാരൻ പുറത്തേക്ക് ചാടി. ഇതുമൂലം വിമാനത്താവളത്തിന്റെ പ്രധാന റൺവേ താൽക്കാലികമായി അടച്ചതിനാൽ 1-ലധികം വിമാനങ്ങൾ വഴിതിരിച്ചുവിട്ടു. പുതുക്കോട്ട സ്വദേശിയായ 34-കാരനാണ് വിമാനത്തിൽ നിന്ന് ചാടിയത്. ഇയാളെ കസ്റ്റഡിയിലെടുത്ത പോലീസ് ചോദ്യം ചെയ്തു. റീൽസ് ചിത്രീകരിക്കാൻ കൂറ്റൻ വാട്ടർ ടാങ്കിന് മുകളിൽ കുടുങ്ങിയ 2 കുട്ടികളെ 16 മണിക്കൂറിന് ശേഷം ഇന്ത്യൻ വ്യോമസേന ഹെലികോപ്റ്റർ എത്തിച്ച് രക്ഷിച്ചു. ഉത്തർപ്രദേശിലെ സിദ്ധാർത്ഥ് നഗർ ജില്ലയിലുള്ള ഗോരഖ്പൂരിലാണ് സംഭവം. ഒരു രാത്രി മുഴുവൻ ടാങ്കിന് മുകളിൽ കുടുങ്ങിയ കുട്ടികളെ ഞായറാഴ്ച പുലർച്ചെയാണ് രക്ഷപ്പെടുത്തിയത്. എല്ലാവർക്കും വന്നു ഡാൻഡ്രഫ് എന്തു ചെയ്യും ചേട്ടാ, പേടിക്കണ്ട ഇവിടുണ്ടല്ലോ ഡാൻഡ്രോഫിറ്റിൻ ഓയിൽ, ഉടനടി മാറും താരൻ, ഉപയോഗിക്കൂ വേഗം. അമൃത്വേനി ഡാൻഡ്രോക്വെറ്റ്, ദി അൾട്ടിമേറ്റ് ഡാൻഡ്രഫ് സൊല്യൂഷൻ. 2672 കോടി രൂപയുടെ തട്ടിപ്പുൾപ്പെടെയുള്ള കേസുകളിൽപ്പെട്ട് രാജ്യം വിട്ട 2 കുപ്രസിദ്ധ കുറ്റവാളികളെ UAE അധികൃതർ ഇന്ത്യയ്ക്ക് കൈമാറി. കൊൽക്കത്ത ആസ്ഥാനമായുള്ള ശ്രീ ഗണേഷ് ജ്വല്ലറി ഹൌസിന്റെ പ്രൊമോട്ടർ കമലേഷ് പരേഖ്, പാസ്പോർട്ട് തട്ടിപ്പ് സംഘത്തലവൻ ആലോക് കുമാർ എന്നിവരെയാണ് CBIയുടെയും ഹരിയാന പോലീസിന്റെയും നേതൃത്വത്തിൽ ഇന്ത്യയിലെത്തിച്ചത്. കമലേഷ് പരേഖ് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ നേതൃത്വത്തിലുള്ള 25 ബാങ്കുകളുടെ കൺസോർഷ്യത്തെയാണ് 2672 കോടി രൂപ കബളിപ്പിച്ചത്. കർണാടക കോൺഗ്രസ് MLAയും മുൻ മന്ത്രിയുമായ വിനയ് കുൽക്കർണിയെ അയോഗ്യനാക്കി. 2016-ൽ BJP ജില്ലാ പഞ്ചായത്ത് അംഗമായിരുന്ന യോഗേഷ് ഗൌഡർ കൊല്ലപ്പെട്ട കേസിൽ വിനയ് കുൽക്കർണിയെ കുറ്റക്കാരനെന്ന് കണ്ടെത്തി കോടതി ശിക്ഷിച്ചതോടെയാണ് അയോഗ്യനാക്കിയത്. ജബൽപൂർ ക്രൂയിസ് ബോട്ട് അപകടത്തിൽ ആകെ മരണസംഖ്യ 13ആയി. അപകടത്തിൽ കാണാതായ അവസാനത്തെ 2 പേരുടെ മൃതദേഹം ലഭിച്ചതോടെയാണ് മരണസംഖ്യ ഉയർന്നത്. വിനോദസഞ്ചാരികളും ജീവനക്കാരുമടക്കം 41 പേരാണ് ബോട്ടിലുണ്ടായിരുന്നത്. കർണാടക ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ ജീവനക്കാർ ഈ മാസം 20-ന് അനിശ്ചിതകാല സമരം ആരംഭിക്കും. 25% വേതന വർധന അടക്കമുള്ള ആവശ്യങ്ങൾ സർക്കാർ തള്ളിയതിനെ തുടർന്നാണ് സമരം. ഇറാൻ മുന്നോട്ട് വെച്ച 14 നിർദ്ദേശങ്ങൾ അംഗീകരിക്കാനാവില്ലെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ചർച്ചകൾ പരാജയപ്പെട്ടാൽ വീണ്ടും സൈനിക നടപടികൾ ആരംഭിക്കുമെന്ന ഭീഷണിയും ആവർത്തിച്ചു. തെക്കൻ ലബനനിലെ വിവിധ ഗ്രാമങ്ങളിൽ ആക്രമണം നടത്തുമെന്നും വീടുകളിലുള്ളവർ ഒഴിഞ്ഞു പോകണമെന്നും ഇസ്രായേൽ സൈന്യം മുന്നറിയിപ്പ് നൽകി.
ഭീകരപ്രസ്ഥാനമായ ഹിസ്ബുള്ള കേന്ദ്രങ്ങൾക്കെതിരെ സൈനിക നീക്കം ശക്തമാക്കുന്നതിന്റെ ഭാഗമായാണ് മുന്നറിയിപ്പ്. അമേരിക്കയിൽ നിന്ന് അത്യാധുനിക സ്ക്വാഡ്രൺ യുദ്ധവിമാനങ്ങൾ വാങ്ങാനുള്ള കോടികളുടെ പ്രതിരോധ കരാറിന് ഇസ്രായേൽ അംഗീകാരം നൽകി. ഇസ്രായേൽ പ്രതിരോധ മന്ത്രാലയമാണ് ഇക്കാര്യം അറിയിച്ചത്. IPLൽ ഇന്നലെ നടന്ന ആദ്യ മത്സരത്തിൽ സൺറൈസേഴ്സ് ഹൈദരാബാദിനെ 7 വിക്കറ്റിന് തകർത്ത് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ്. ഹൈദരാബാദിനെ 165 റൺസിന് ഓൾ ഔട്ടാക്കിയ കൊൽക്കത്ത 18.2 ഓവറിൽ 3 വിക്കറ്റ് മാത്രം നഷ്ടപ്പെടുത്തി ലക്ഷ്യത്തിലെത്തി. അർദ്ധ സെഞ്ചുറി തികച്ച ആംഗ്രീഷ് രഘുവംശിയാണ് കൊൽക്കത്തയുടെ ടോപ്പ് സ്കോറർ. IPLൽ ഇന്നലെ നടന്ന രണ്ടാമത്തെ മത്സരത്തിൽ പഞ്ചാബ് കിങ്സിനെതിരെ ഗുജറാത്ത് ടൈറ്റൻസിന് 4 വിക്കറ്റ് വിജയം. ആദ്യം ബാറ്റ് ചെയ്ത പഞ്ചാബിന് 9 വിക്കറ്റ് നഷ്ടത്തിൽ 163 റൺസെടുക്കാനേ സാധിച്ചുള്ളൂ. മറുപടി ബാറ്റിംഗിനിറങ്ങിയ ഗുജറാത്ത് 6 വിക്കറ്റ് നഷ്ടത്തിൽ വിജയത്തിലെത്തി. IPL ഫ്രാഞ്ചൈസിയായ രാജസ്ഥാൻ റോയൽസിന്റെ ഭൂരിഭാഗം ഓഹരികളും സ്വന്തമാക്കി വ്യവസായി ലക്ഷ്മി എൻ മിത്തലും മകൻ ആദിത്യ മിത്തലും ആധാർ പൂനാവാലയും. ഏകദേശം 15,600 കോടി രൂപയ്ക്കാണ് ടീമിനെ ഇവർ ഏറ്റെടുത്തത്. പുതിയ കരാർ പ്രകാരം മിത്തൽ കുടുംബത്തിന് രാജസ്ഥാൻ റോയൽസിൽ ഏകദേശം 75% ഓഹരി പങ്കാളിത്തം ഉണ്ടാകും. ആധാർ പൂനാവാലയ്ക്ക് 18% ഓഹരികളും ലഭിക്കും. ഇതോടുകൂടി ഡെയിലി ന്യൂസിന്റെ ഇന്നത്തെ പ്രഭാത വാർത്തകൾ സമാപിക്കുന്നു. ഡെയിലി ന്യൂസിന് വേണ്ടി വാർത്തകൾ വായിച്ചത് ഡെയ്സി ബിജു. ഡെയിലി ന്യൂസ് ലൈവ്.in വാർത്തകൾ വിരൽ തുമ്പിൽ.